ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സംരംഭമാണ് നമ്മുടെ ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ കൃഷ്ണഗാഥ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു കാര്യവും അറിയാത്തതുകൊണ്ട് നാരായണീയം എങ്ങനെ വെറുതെ കേട്ടിട്ടുണ്ട്, നാരായണീയം അങ്ങനെ ഇത് തുടങ്ങിയാണ് എന്താണ് ഇതൊക്കെ എന്ന് മനസ്സിലായത്. അപ്പം അതേപോലെ കൃഷ്ണഗാഥയും ഇപ്പം ഇത് എഴുതിയിരിക്കുന്ന ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് അക്ക അയച്ച പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്കിത് തുടങ്ങാം. അപ്പൊ അതിന് ആദ്യമായി ചെറിയൊരു ഇൻട്രഡക്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഇന്ദിരാദേവി അക്ക നമുക്ക് ചെറിയൊരു ഇൻട്രഡക്ഷൻ തരുന്നതാണ്. ഹരിയോം അക്ക. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ നമ്മൾ ഇന്നു മുതൽ കൃഷ്ണഗാഥ പഠനം എന്ന പുതിയ സംരംഭം, പാരായണം എന്ന പുതിയ സംരംഭം തുടങ്ങുകയാണ്. മലയാള സാഹിത്യത്തിൽ അതിപ്രധാനമായ സ്ഥാനമാണ് കൃഷ്ണഗാഥയ്ക്കുള്ളത്. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചെറുശ്ശേരി രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ. 15ാം നൂറ്റാണ്ടിലാണ് ഇത് രചിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതിനെ ചില സ്ഥലങ്ങളിൽ കൃഷ്ണപ്പാട്ട് എന്നും പറയാറുണ്ട്. നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ കൃഷ്ണാവതാരം നടന്ന ചിങ്ങമാസത്തിൽ കൃഷ്ണഗാഥ വായിക്കുന്ന പതിവുമുണ്ട്. നമ്മുടെ സമിതിയിൽ രാമായണം കർക്കിടക മാസത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ കൃഷ്ണഗാഥ തുടങ്ങിയിട്ടില്ല. നമുക്ക് അടുത്ത ചിങ്ങത്തിൽ എല്ലാ ദിവസവും 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നമുക്ക് ഇത് ചൊല്ലി പൂർത്തിയാക്കണം. അതിനുവേണ്ടിയുള്ള അതിന് മുന്നോടിയായിട്ടാണ് നമ്മളെ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഭാഗവതം ദശമസ്കന്ധമാണ് കൃഷ്ണഗാഥയുടെ കഥാവസ്തുവിന് അടിസ്ഥാനം. ഭാഗവതത്തിൽ ചുരുക്കി പ്രതിപാദിച്ചിട്ടുള്ള പല ഭാഗങ്ങളും കൃഷ്ണഗാഥയിൽ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണഗാഥ രചിച്ചതിന് പിന്നിലെ ഐതിഹ്യം ഇനി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോലത്തിരി ഉദയവർമ്മ മഹാരാജാവും രാജാവിന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്ന ചെറുശ്ശേരി നമ്പൂതിരിയും കൂടി ചതുരംഗം അല്ലെങ്കിൽ ചൂത് കളിക്കുകയായിരുന്നു. അപ്പോൾ അതിനടുത്ത് കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്ന രാജപത്നി ഉണ്ടായിരുന്നു. ആ രാജപത്നി ഇടയ്ക്ക് കളത്തിലേക്ക് നോക്കി. അപ്പോൾ കണ്ടത് ചതുരംഗ കളിയിൽ അടിയറവ് പറയാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ പരാജയപ്പെടാൻ തുടങ്ങുന്ന രാജാവിനെയാണ്. ഇത് മനസ്സിലാക്കിയ രാജപത്നി കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്ന വ്യാജേന എന്ന് പാടി. ഇത് കേട്ട രാജാവിന് പെട്ടെന്ന് അർത്ഥം മനസ്സിലായി. ആളെ ഉന്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കാര്യം മനസ്സിലായ രാജാവ് കാലാൽ കുരു നീക്കിവെച്ച് പരാജയത്തിൽ നിന്നും കരകയറി. സന്തുഷ്ടനായ രാജാവ് രാജ്ഞി പാടിയ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ച് ചെറുശ്ശേരി ഗാഥ എന്ന കാവ്യരൂപത്തിൽ ഒരു കാവ്യം എഴുതി. അതാണ് കൃഷ്ണഗാഥ എന്നാണ് ഐതിഹ്യം. ഇത് മഞ്ചരി എന്നറിയപ്പെടുന്ന ഈണമുള്ള താരാട്ടുപാട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ചതാണെന്നാണ് ഐതിഹ്യം. ഐതിഹ്യപരമായി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാഗവതപരമായി ഭാഗവത പുരാണത്തിലെ ശ്രീകൃഷ്ണന്റെ ജീവിതമാണ് ഇതിന്റെ ഇതിവൃത്തം. കേന്ദ്ര കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിക്കുന്നതിൽ കവി പുലർത്തിയിട്ടുള്ള സൗഹൃദയത്വം പ്രശംസനീയമാണ്. 2 ഭാഗങ്ങളിലായിട്ടാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജനനവും ബാല്യകാലവും 1-ാം ഭാഗം, അതായത് കൃഷ്ണോൽപത്തി മുതൽ അക്രൂരാഗമനം വരെ ഒരു 18 അധ്യായങ്ങളുണ്ട്. അതാണ് 1-ാം ഭാഗം. പിന്നെ അവതാര ലക്ഷ്യത്തിനായി പുറപ്പെടുന്നത് മുതൽ സ്വർഗാരോഹണം വരെ 2-ാം ഭാഗവും, അതായത് കംസ സദ്ഗതി മുതൽ സ്വർഗാരോഹണം വരെ 29 അധ്യായങ്ങൾ 2-ാം ഭാഗം. ഇന്ന് നമ്മൾ കൃഷ്ണോൽപത്തിയിലെ 1 മുതൽ 268 വരെയുള്ള വരികളാണ് പാരായണം ചെയ്യുന്നത്. ഏതായാലും കൃഷ്ണഗാഥ എന്ന ഈ സംരംഭം SPISSൽ തുടങ്ങാൻ എനിക്ക് തോന്നിയതും അതിന് സമിതി അനുമതി തന്നതും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിൽ സമിതിയോടും ഇതിന്റെ മുഖ്യനായ ഗോപണ്ണനോടും ഉള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാവരുടെയും അനുഗ്രഹാസ്തുകളോട് കൂടിയും നമുക്കിത് തുടങ്ങാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരിയോം. ഓം നമോ നാരായണായ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഓം. തൊട്ട് 90 വരെ രമാക്കയും 91 തുടങ്ങി 180 വരെ ഉഷാമാധവനൊക്കെയും തുടർന്ന് 181 ശ്ലോകത്തിൽ നിന്ന് 268 എന്നാണെന്ന് തോന്നുന്നു ഇപ്പൊ പറഞ്ഞത്. ഇന്ദിരാദേവിയൊക്കെ ഇത് ചൊല്ലാൻ പോവുകയാണ്. രമയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണോൽപത്തിയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇന്ദിര തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമൻ ആർത്തിയെ തീർത്തു തുണയ്ക്കണമേ. ദേശികനാഥൻ തൻ പാദങ്ങളെ ശുമ പേശലമായൊരു രേണുലേശം ക്ലേശങ്ങളെ ശുന്ന പാശങ്ങളെ ശൈവാൻ ആശയം തന്നുള്ളിലാക്കുന്നേൻ ഞാൻ. വരണവീരൻ തന്നാനനം കൈകൊണ്ടു പൂരിച്ച വന്മദവരിമയിൽ നിന്നു വിളങ്ങുന്ന ദൈവതം തൻ കനിവെന്നും വിളങ്ങുക എന്നിൽ മേന്മേൽ. ഭാരതീ ദേവി തൻ ഭൂരിയായുള്ളൊരു കാരുണ്യപുരവും വേറിടാതെ നന്മതുപോലുന്ന നന്മൊഴി നൽകുവാൻ തന്മ കളഞ്ഞു വിളങ്ങുകെന്നിൽ. ഭാരതമായൊരു പീയൂഷരാശിക്കു കാരണമായൊരു വരിതിയായി വ്യാസനായുള്ളൊരു മാമുനി തൻ കൃപ ദാസനാമെന്നിൽ പുലമ്പേണമേ. മൂഢത കൊണ്ടു ഞാൻ ഏതാനുമുണ്ടെന്നു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു. ഭൂരികളായുള്ള സൂരികളെല്ലാരും ചീറാതെ നിന്നു പൊറുക്കേണമേ. സംസാരമോക്ഷത്തിൻ കാരണമായതോ വൈരാഗ്യമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. എന്നതു തന്നെ വരുത്തി നിന്നിടുവാൻ ഇന്നീതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു. ബോധമില്ലാതെ ഞാൻ ഏതുമേ വല്ലാതെ ഗാഥയായി ചൊല്ലുന്നു ഭാഷയായി. നിർഗുണനായുള്ളോരീശനെ കൊണ്ടല്ലോ നിർഗുണമായതു ചേരുമപ്പോൾ. കാടായി ചൊൽകിലും കൈഡഭവൈരീതൻ നീടാർന്നു നിന്നുള്ള ലീലയല്ലോ. എന്നതു കൊണ്ടെനിക്കുള്ളിലില്ലേതുമേ മന്ദത ഇന്നീതു നിർമ്മിക്കുമ്പോൾ. മാധവനമാമര പ്രഭുവെന്നതോ
മാപാപം പോക്കുന്നോനെന്നു കേൾപ്പൂ. എന്നതു കൊണ്ടു ഞാൻ വന്ധ്യരായുള്ളോരെ വന്ദിച്ചു കൊണ്ടിതു നിർമ്മിക്കുന്നു. പാലാഴി മധു താൻ പാലിച്ചു പോരുന്ന കോലാധിനാഥനുദയവർമ്മൻ. ആജ്ഞയെ ചെയ്കയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചിപ്പോൾ ദേവകീ സുനുവായി മേവി നിന്നിടുന്ന കേവലൻ തന്നൂടെ ലീല ചൊൽവാൻ അവതല്ലെങ്കിലും ആശതാൻ ചെൽകയാൽ ആരംഭിച്ചിടുന്നേനായ വണ്ണം. ശ്രീപത്മനാഭൻ തൻ ജായ എന്നിങ്ങനെ പേർ പെറ്റു നിന്നോരു മേദിനി താൻ. ദുഷ്ടരായുള്ളോരു മന്നവരെല്ലാരും ഒട്ടേറെ പോന്നു പിറക്കയാലേ അന്തമില്ലാതൊരു ഭാരം കൊണ്ടേറുന്ന സന്താപം പൂണ്ടു തളർന്നു മെന്മേൽ. ധേനുവായി ചെന്നു വിരിഞ്ചനോടെല്ലാം താൻ വേദനയോദിനാൾ കാതരയായി. കഷ്ടരായുള്ളോരു ദുഷ്ടരെ സൃഷ്ടിച്ച തൊട്ടേറെ പോകുന്നു തമ്പുരാനെ. ഭാരത്തെ കൊണ്ടു ഞാൻ പാതാള ലോകത്തു പാരാതെ വീഴുന്നതുണ്ടു നേരെ. ഇണ്ടലെ തൂകുന്ന വൻഭാരമിങ്ങനെ ഉണ്ടായില്ലെന്നുമേ പണ്ടെനിക്കോ. കുമ്പിട്ടു നിന്നോരു കൂർമാവും ചെഞ്ചമ്മേ കൺപെട്ടു പോകുന്നതുണ്ടു പാർത്താൽ. ഊക്കനായി നിന്നോരു പന്നകനാഥനു ശൂൽക്കാരമേറുന്നു തിന്നിതെല്ലാം. ആനകളെല്ലാമേ ദിനങ്ങളായി തൻ ആനനം താഴ്ത്തി തളർന്നു കൂടി. മാമയനായോനെ ഭാരത്തെ കൊണ്ടു ഞാൻ നാമാവശേഷയായി പോകും മുമ്പേ. പാരാതെ കണ്ടെന്നെ പാലിച്ചു കൊള്ളണം കാരുണ്യ കാതലെ കൈതോഴുന്നേൻ. വേദന പൂണ്ടോരു മേദിനിയാലിതു വേദിതനായ വിരിഞ്ചനപ്പോൾ. വാനവർ ചുഴുവറ്റു മേദിനി താനുമായി വാർതിങ്കൾ മൗലി തന്നാലയത്തിൽ. പാരാതെ ചെന്നവർ ചൊല്ലിനാരെല്ലാരും പാലാഴി തന്നിലും ചെന്നു പിന്നെ. വാരുറ്റു നിന്നോരു വാക്കുകൊണ്ടന്നേരം വാരീജ നേത്രനെ വാഴ്ത്തി ചൊന്നാർ. ഈരേഴു പാരിനും കാരണമായോരു കാരുണ്യപുരമാം വാരീരാശേ. പാരീടം പൂരിച്ച ഭാരത്തെ തീർത്തിന്നു പാലിച്ചു കൊള്ളേണം പാരാതെ നീ. നിൻകനിവില്ലായ്കിൽ എങ്ങളിന്നെങ്ങനെ സങ്കടം പോക്കുന്നു തമ്പുരാനേ. പങ്കനി വാണ്ടങ്ങൾ സങ്കടം തീർക്കണം പങ്കജലോചന ശങ്കിയാതെ.
വാസവൻ മുമ്പായ വാനവരിങ്ങനെ വാഴ്ത്തിന നേരത്തു വാരിജാക്ഷൻ പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നിടിനാൻ ഭക്തിയെ കാണുമ്പോഴെന്നു ന്യായം മുന്നമേ തന്നെ അറിഞ്ഞു ഞാൻ പോരുന്നു മന്നിടം ചേരുന്ന ഭാരമെല്ലാം ഇന്നിങ്ങു വന്നിടും നിങ്ങളെന്നുള്ളതും എന്നുള്ളം തന്നിലുണ്ടോർച്ചയെന്നാൽ ഭൂഭാരം തന്നെ തളർപ്പതിന്നോരോരോ വ്യാപാരം ചെഞ്ചമ്മേ ചെയ്വതിനായി മാനുഷനായി പിറക്കുന്നതുണ്ടു ഞാൻ ആനകദുന്ദുഭീസുനുവായി മൂത്തവനായി പിറന്നു നിന്നിടുമേ മൂർത്തി വിശേഷമായി ചേർത്താനന്ദൻ വാനവരെല്ലാരും ആദരവോടങ്ങു യാദവന്മാരായി പിറക്കുമന്നിൽ മായയായി മേവുന്ന ദേവിയും വന്നങ്ങു മാനുഷിയായി പിറക്കും പിന്നെ വേണമെന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചേണുറ്റു നിന്നു തുണപ്പതിനായി പാരാതെ പിന്നെ ഞാൻ പാരിന്നു പൂരിച്ച ഭാരത്തെ തീർത്തു തളർത്തു നന്നായി മേദിനി തന്നോടെ വേദന പോക്കുവൻ ഖേദിക്ക വേണ്ടായി നിങ്ങളാരും വാനവരെല്ലാരും എന്നതു കേട്ടപ്പോൾ വാരിജ സംഭവൻ താനുമായി മേദിനി തന്നോടെ ഖേദത്തെ തീർത്തുടൻ മേളത്തിൽ പോയങ്ങു വിണ്ണിൽ പൂക്കാർ ശ്രീമാധുരപുരി എന്നൊരു നാമമായി ശ്രീമതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം ആകാരമായി നിന്നാദിയിലുണ്ടായി പണ്ടു പാരിൽ നാഗികൾക്കെല്ലാം അങ്ങാകാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സ്വർപ്പദം തന്നിലുള്ള ആശയുണ്ടായി വര അപ്പുരി തന്നിലിരിപ്പോർക്കെന്നും നന്ദനം തന്നൂടെ നിന്ദയെ ചെയ്യുമ മന്ദിരം നിന്നഴും നിഷ്കൂടങ്ങൾ നിർജരാതിർക്കുക തന്നുള്ളിലേറുന്ന ലജ്ജയെ ചേർക്കുമീ ദീർഘികൾ ധർമ്മിഷ്ഠരായോരെ ചിന്തിച്ചു കാൺകിലോ ധർമ്മജൻ ശീലവും തന്മാകോലും ആയങ്ങൾ കാണുമ്പോൾ തോയാകാരൻ തന്നിൽ പായുന്നവൻ നദീജാലം പോലെ സ്വർണൗഖം തന്നോടെ തിന്മയെ കാണുമ്പോൾ തിന്നാമൊന്നഞ്ചുമമ്മേരു ശൈലം ദാനങ്ങൾ കാണുമ്പോൾ വാനവതാരുക്കൾ ഹീനങ്ങളായി വരും ദീനങ്ങളായി വീരരാവർത്തൻ വീരത കാണുമ്പോൾ നേരായോരില്ല ഇപ്പാരിലാരും വിദ്യകൾ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ വിസ്മയം കോലുമത്തുർജടിയും അസ്ത്രങ്ങൾ കൊണ്ടവരഭ്യസിച്ചിടുമ്പോൾ എത്രയും പാഴ്വേടും ഭാർഗവനും കാമുകന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ചെഞ്ചമ്മയഞ്ചുമേറ്റം മാനിനിമാരുടെ മാൺവീനെ കാൺകില മേനകദീനയായി നാണുമപ്പോൾ വെൺമാടം തന്നൂടെ വെണ്മയെ കാണുമ്പോൾ കന്മേഷം തോന്നുമക്കൗമുദിക്കും അപ്പുരി തന്നിൽ വിളങ്ങി നിന്നിടുന്ന ശില്പങ്ങൾ ഒന്നൊന്നേ പാർത്തു കണ്ടാൽ
വാസവ മന്ദിരം വായ്പോടു നിർമ്മിപ്പാൻ മാതൃകയായതിന്നെന്നു തോന്നും. അപ്പുരി തന്നിലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരാരുമില്ലെന്നു വേണ്ട. തത്സാരമോർക്കിലോ വസ്തുകസാരെയും നിസ്സാരയായിട്ടേ വന്നുകൂടൂ. യാദവ വീരരും അപ്പുരി പാലിച്ചിട്ടാദരവോടു വസിക്കും കാലം. ദേവകനാകുന്ന യാദവൻ തന്നൂടെ ദേവകിയാകുന്ന കന്യകയെ ശ്രീവസുദേവർക്കു നൽകിനാൻ അമ്പോടു ശ്രീപതിക്കന്നൂടെ അമ്മയാവാൻ. കേട്ടു നിന്നിടുന്ന ശ്രീവസുദേവർ താൻ പാട്ടമകർന്നൊരു തേരിലേറി ദേവകിയായിയ ജായയും താനുമായി പോവതിനായി തുടങ്ങും നേരം ഉൽപ്പന്നമോദേനായി നിൽപ്പോരു ദേവകൻ നൽപോലി കാണവും നൽകിനാൻ താൻ. സോദരി തന്നോടെ ദോഷത്തെ ചെയ്യുവാനായി ആദരവോടു മുതിർന്നു കംസൻ. ചാരത്തു ചെന്നങ്ങു വാരുറ്റ തീർപ്പുക്കു സാരഥ്യ വേലയുമാചരിച്ചാൻ. നാനാജനങ്ങളുമായി നടന്നങ്ങനെ നാനാ വിനോദവുമോദിയോതി. ആമോദിച്ചെല്ലാരും ആമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു ചൊല്ലുണ്ടായി. ദേവകി തന്നുടെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകൻ താൻ. നിന്നുടെ കാലനായി പോന്നു വന്നിടുന്നോൻ എന്നതു ചിന്തിച്ചു കൊള്ളുക കംസ. പോരേനായുള്ളൊരു കംസൻ താൻ അന്നേരം വീരതയായതിനെന്നു നന്ദി. പാവകഭാവത്തെ കേവലം പൂണ്ടുടൻ ദേവകി തൻകൊല ചെയ്വതിനായി തൽക്കാജം തന്നെ പീഡിച്ചു വളർന്നൊരു ഖഡ്ഗവും വാങ്ങിയങ്ങോങ്ങി നിന്നാൻ. കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും ഇണ്ടേലും പൂണ്ടു ചാമഞ്ഞാരപ്പോൾ. കണ്ണടച്ചിടിനാർ കണ്ണുനീർ തൂകിനാർ തിണ്ണമങ്ങോടിനാർ കിന്നരായി. കൈത്തീരും ഇടിനാർ കഞ്ചുവത്തിടിനാർ കയ്യല ചിടിനാർ മെയ്യിലെങ്ങും. കേസരി വീരൻ തന്നാനേനം തന്നിലായി കേവലം കേഴുന്നോരണം പോലെ മേവി നിന്നിടുന്ന ദേവകി ദേവി താൻ ദൈവമേ എന്നങ്ങു ചൊല്ലി ചൊല്ലി. പോരേനായുള്ളൊരു കംസനെ നോക്കിയിട്ട് പാരം വിറച്ചു നാടുങ്ങും അപ്പോൾ. ചൂഴെ നിന്നിടുന്ന ലോകരെ നോക്കിയിട്ട് കോഴ പൂണ്ടേറ്റവും കേഴും. പിന്നെ ചങ്ങാതിമാരുടെ നന്മുഖം നോക്കി നിന്നിങ്ങനെ എൻ കർമ്മമെന്നും. പിന്നെ അച്ഛനെ തന്നെയും മെച്ചമേ നോക്കി നിന്നുച്ചത്തിൽ നിലവിളിച്ചു കേഴും. നിർമായ പ്രേമം പൂണ്ടമ്മാമൻ തന്നെയും അമ്മയെ തന്നെയും ഔവണ്ണമേ ആങ്ങള തന്നെ വിളിച്ചു നിന്നിടുവാൻ ഓങ്ങി നിന്നങ്ങു നാടുങ്ങും. പിന്നെ ആനകദുന്ദുഭി തന്നുടെ ആനനം ദീനയായി മെല്ലവേ നോക്കി വീർക്കും. ദേവകി തൻ ഭയമിങ്ങനെ കാണുമ ശ്രീവാസുദേവർ താനെന്ന നേരം പെട്ടെന്നു ചെന്നു വിലക്കി നിന്നിടിനാൻ പൊട്ടി നിന്നിടുന്നോരുള്ളവുമായി. പാപേനായുള്ളൊരു കംസനോടായി പിന്നാപത്തു പോകുവാനായി ചൊന്നാൻ. നിർമ്മല മനസേനായി നിന്നിടുമെന്നിന്മനമിങ്ങനെ വന്നതെന്തേ? ശങ്കയും കൈവിട്ടു പെൺകോല ചെയ്യുകയോ മംഗലേനായ നിൻവേല ഇപ്പോൾ.
ഭേദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരി അല്ലോ ഇന്നാരീതാനും. വേളി കഴിഞ്ഞുള്ളോരുത്സവമല്ലോ ഈ കാലവുമെന്നതും ഓർത്തു കാണീ. പ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതേനായി നിന്നതും നീതാനത്രേ. നീയൊഴിഞ്ഞാരുമില്ലാശ്രയം കേളിവൾ കാതേരിച്ചിടുവാൻ ഭോജനാഥ. വീരേനായുള്ള നീ ഘോരമായി മേവൂമി നാരീതൻ വങ്കോല ചെയ്യല്ലാതെ. ഇത്തേരമായുള്ളോരുക്തി കേളിങ്ങനെ സത്വരം ചെന്നാവൻ ചൊന്ന നേരം. പാപേനായുള്ളൊരു കംസന്റെ മാനസം പറയെ പോലെയങ്ങാകയാലേ. പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടീനാൻ കിന്നേനായി നിന്നവനുണ്മയായി. ദേവകിയല്ലല്ലോ നിന്നൂടെ കാലേനായി മേവുന്നതെന്നതോ വന്നുതല്ലോ. അട്ടമേനാകുന്ന ബാലകനല്ലോ നിൻ കഥയ്ക്കിന്നു നിമിത്തമെന്നാൽ. പെറ്റുപെറ്റിടുന്ന മക്കളെയെല്ലാമേ തെറ്റെന്നു നിൻ കയ്യിൽ നൽകാമല്ലോ. പിന്നെ നീ ചിന്തിച്ചു വേണ്ടതു ചെയ്താലും നിന്നൂടെ ഹാനി വാരാതവണ്ണം. എന്നതു കേട്ടൊരു കംസന്റെ കോപവും മന്ദമായി വന്നുതേ മെല്ലെ മെല്ലെ. മന്ത്രം കൊണ്ടിഷൽ തളർന്നു നിന്നിടുന്ന പന്നക വീരൻ തൻ കോപം പോലെ. ജ്യോതിതയായൊരു സോദരി തന്നെയും ആദരവോടങ്ങയച്ചു നിന്നാൻ. വമ്പൂലി വായിൽ നിന്നമ്പാലെ വീണ്ടുപോയി കമ്പത്തെ പൂണുന്നോരണം പോലെ. മേവി നിന്നിടുന്ന ദേവകി ദേവി താൻ കേവലം കംസനെ നോക്കി നിന്നാൾ. ചൂഴവും നിന്നിട്ട് കേഴുന്നോരെല്ലാരും കോഴയും തീർത്തു നിന്നൊന്നു വീർത്താർ. ചങ്ങാതിമാരായുള്ള അങ്കനമാരെല്ലാം മംഗലമാകന്നു ചൊല്ലി പൂണ്ടാർ. ആനകാദുന്ദൂഭി താനുമന്നേരത്ത് മാനിനി താനുമായി മന്ദിയാതെ. സുന്ദരമായുള്ള മന്ദിരം പൂകിനാൻ വന്ദികൾ വാഴ്ത്തുന്ന വാർത്തയുമായി. വേളിയെ തൊട്ടുള്ളോരുത്സവം തന്നെയും മേളമായി പിന്നെയങ്ങാചരിച്ചാൻ. ഹരിയോം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഭക്തകവിയായ ചെറുശ്ശേരിയുടെ ഭഗവാന്റെ ലീലകൾ നിറഞ്ഞാടിയിരിക്കുന്ന ഭാഗവതം ദശമസ്കന്ധത്തിന്റെ ചുരുക്കമാണ് കൃഷ്ണഗാഥ എന്ന കാവ്യം. ഇത് വായിച്ച് രസിക്കാനുള്ള ഒരവസരം നമുക്ക് വന്നിരിക്കുകയാണ്. അതിനാദ്യമായി നമുക്ക് ഗുരുവായൂരപ്പനെ വണങ്ങാം. കൂടെ നമുക്ക് ചെറുശ്ശേരി നമ്പൂതിരിയെയും സ്മരിക്കാം. ഇതിനെല്ലാം നമുക്ക് അവസരം ഉണ്ടാക്കി തരുന്ന ഇന്ദിരാക്കയെ വണങ്ങുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു നല്ല കാര്യത്തിനും കൂട്ടായി നിൽക്കുന്ന ഗോപണ്ണനെയും വന്ദിച്ചുകൊണ്ട്, എല്ലാവരുടെയും പേരില് വന്ദിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് വായിച്ച ഭാഗത്തിന്റെ സംഗ്രഹം നമുക്ക് ചെറുതായിട്ട് നോക്കാം. ഇതത്ര പറയേണ്ട കാര്യമില്ല. ഭഗവാന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എഴുതാനുണ്ടായ കാര്യം, ഈ കൃഷ്ണഗാഥ രചിക്കാനുണ്ടായ കാര്യം ഇന്ദിരാക്ക വളരെ ഇതായിട്ട് പറഞ്ഞു, വിശദമായി പറഞ്ഞു. അപ്പോ ഇവിടെ വിസ്തരിച്ചു പറഞ്ഞതാണ്. എന്നാലും നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. കോലത്തിരി രാജാവും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടി ചതുരംഗം കളിക്കവേ രാജാവിനെ വിജയശ്രീയിൽ ആളിതനാക്കിക്കൊണ്ട് തന്റെ പത്നി പാടിയ ഉറക്കുപാട്ടിനെ ആധാരമാക്കി രചിച്ച ഈ കൃഷ്ണഗാഥ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ്. അത് രാജാവിനും മനസ്സിലായി, പത്നിയുടെ പാട്ട് ചെറുശ്ശേരിക്കും മനസ്സിലായി. അവിടെ ആളെ ഉണ്ട് എന്നുള്ള ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് രാജ്ഞി രാജാവിനെ സഹായിക്കുകയാണ് ചെയ്തത്.
വളരെ ലളിതമായ മലയാള ഭാഷയിൽ ഭാവാത്മകമായി ഉപമ, ഉൽപ്രേക്ഷ ഒക്കെ ചേർത്ത് നമുക്ക് പരമാനന്ദം തരുന്ന രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഇത് വായിക്കാൻ തന്നെ നമുക്കൊരു ഭാഗ്യം കിട്ടി. ഇവിടെ കൃഷ്ണോൽപത്തി എന്ന ഭാഗമാണ് ഇന്ന് വായിച്ചു തീർത്തത്. അപ്പൊ അതിൻ്റെതാണ് നമ്മൾ ഇന്ന് അർത്ഥം നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്കറിയാം, ഏതൊരു പുരാണ കഥകളും തുടങ്ങുമ്പോൾ ഭഗവാന്മാരെ സ്മരിച്ചുകൊണ്ടാണ്. അത് സരസ്വതി, ഗണപതി, അതുപോലെ ഗുരുക്കന്മാരെ. ഇപ്പൊ രാമായണായാലും ഭാഗവതായാലും എല്ലാം തന്നെ ആ ദേവന്മാരെ സ്തുതിച്ചിട്ട് അതിനോടൊപ്പം വ്യാസഭഗവാനെയും സ്തുതിച്ചുകൊണ്ടാണ്. വ്യാസഭഗവാന്റെ മഹാഭാഗവതം അതിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാസഭഗവാനെയും അതുപോലെ ഗുരുക്കന്മാരെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഭൂമിയിലെ അധർമ്മം വിളയാടി തുടങ്ങി. ഭൂമിദേവിക്ക് ഭാരം സഹിക്ക വയ്യാതായി, ദുഃഖിതയായി. അങ്ങനെ എന്താ ചെയ്യാ, ഭൂമിദേവി ദേവന്മാരെയും കൂട്ടി ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിക്കാൻ പോവാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോ ബ്രഹ്മാവിന് പരിഹാരമൊന്നും കാണാൻ അത്ര ശക്തി പോരാ. അതുകൊണ്ട് എന്തായി, ബ്രഹ്മാവ് പറഞ്ഞു, എന്നാ ശരി, നമുക്ക് മഹാദേവന്റെ അടുത്തേക്ക് പോകാം. ശരി, എല്ലാവരും ചേർന്ന് മഹാദേവനെ കാണാൻ പോയി. മഹാദേവന്റെ അവിടെയും വിചാരിച്ച ഫലമൊന്നും കിട്ടിയില്ല. അപ്പൊ എന്തു ചെയ്തു, എല്ലാവരും ചേർന്ന് ഭൂമിദേവിയോടൊത്ത് ആ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന, ആ അനന്തശയനത്തിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇവര് എത്തിയ കാര്യം, നിങ്ങൾ വരുന്ന കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്താ പറയാൻ പോകുന്നേ എന്നും അറിയാം. എന്താ, ലോക സംരക്ഷകനാണ്, എല്ലാം അവിടെ ഇരുന്ന് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം, എന്ത് എപ്പോ നടക്കണം, എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. അങ്ങനെ ഭഗവാൻ പറയാണ്, അതിന് ഞാനൊരു വഴി കാണുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എനിക്ക് ആരെയും പറഞ്ഞയക്കാനൊന്നും കിട്ടാനില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വരാം എന്ന് ഭഗവാൻ വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഭൂമിദേവിയോട് പറഞ്ഞു, സങ്കടപ്പെടാതെ പൊക്കോളൂ, ഞാൻ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താം, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ആ വസുദേവർക്ക് പുത്രനായി, അതിന് അമ്മയാകാനുള്ള ആ ഭഗവാന്റെ ഒരു ഭാഗ്യം ദേവകിക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ വസുദേവർക്ക് പുത്രനായി ജനിക്കുകയാണ്. കൂട്ടത്തിലെ ദേവന്മാരെയൊക്കെ യാദവന്മാരും ആക്കി. എപ്പോഴും സഹായികൾ വേണല്ലോ. അപ്പൊ യാദവന്മാരായിട്ട് ദേവന്മാരെയൊക്കെ ഭൂമിയിൽ അവരും പിറക്കുന്നു. അങ്ങനെ എല്ലാ സങ്കടങ്ങളും തീരുന്നു എന്ന് പറഞ്ഞ് ഭൂമിദേവിയെ സമാശ്വസിപ്പിച്ചു. അങ്ങനെ കൃഷ്ണോൽപത്തി എന്ന ഭാഗം രചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായി നമ്മളെ കാണുന്നത് മധുരാപുരിയാണ്. വളരെ ഭഗവാന്റെ ജന്മസ്ഥലമാണ് വർണ്ണിക്കുന്നത്. അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിത നിറഞ്ഞ ആ മധുരാപുരിയെ അനേകം ശ്ലോകം കൊണ്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും തൊട്ട് നോക്കാൻ നേരമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വേഗം പോവാം. എന്താണ്, മധുരാപുരി വാസികളെ കുറിച്ച് പോലും അവിടത്തെ ധർമ്മനിഷ്ഠ, അവരുടെ ആ ഒരു ഗാംഭീര്യം, സൗന്ദര്യം ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ എന്താണ്, ഭഗവാന്റെ കൂടെ ഉള്ളവരാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു മഹത്വം അവർക്കും വന്നു ചേരുന്നു. അങ്ങനെ ആ ഭൂപ്രദേശത്തെ വർണ്ണിക്കുന്നു. അത് പിന്നെ കൂടാതെ ഭഗവാന്റെ കഥകൾ ഇപ്പൊ അറിയാത്തവരായിട്ട് ആരൊന്നുമില്ല ഈ ഭൂപ്രപഞ്ചത്തിൽ ആരും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുക്കമായിട്ട് പറയാം. അങ്ങനെ വിശിഷ്ടമായ മധുരാപുരിയിലെ ഒരു യാദവനായ ദേവകൻ തന്റെ മകൾ ദേവിയെ ആ ലക്ഷ്മീപതിയായ ഭഗവാന്റെ അമ്മയാകാനുള്ള ഭാഗ്യം ദേവകിക്ക് കൊടുത്തുകൊണ്ട് അവളെ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ദേവകി വസുദേവ ദമ്പതികളുടെ വിവാഹം നടക്കുകയാണ്. തന്റെ സഹോദരനായ കംസനാണ് ആദ്യവസാനം നിന്നുകൊണ്ട് ഗംഭീരമായിട്ട് കംസന്റെ നേതൃത്വത്തിൽ ഇഷ്ട സഹോദരിയുടെ വിവാഹം വസുദേവരുമായി നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗംഭീരമായി നടന്നു. വിവാഹത്തിന് ശേഷം പോകാൻ ഒരുങ്ങവേ ആ കംസൻ തന്നെയാണ് തേരിന്റെ സാരഥ്യം വഹിക്കുന്നത്. അങ്ങനെ സന്തോഷവാനായിരിക്കുന്ന കംസൻ ഒരു അശരീരി കേൾക്കുകയാണ്. എന്തായിരുന്നു,
അല്ലയോ കംസ, ദേവകിയുടെ അഷ്ടമപുത്രൻ നിന്റെ കാലനായി വരുമെന്ന് കേട്ടതും കംസന്റെ ഭാവം അങ്ങോട്ട് മാറിപ്പോയി. അതാണ് പറയുന്നത്, നമ്മുടെ മനസ്സുണ്ടല്ലോ, ചഞ്ചലമായ മനസ്സ്. ചിലപ്പോ സന്തോഷമായിരിക്കും, പലതും നമ്മൾ വാഗ്ദാനം ചെയ്യും. ഇത് തന്നെയാ കൈകേയിക്ക് ദശരഥൻ കൊടുത്ത വാഗ്ദാനവും. അങ്ങനെ പലതും സംഭവിക്കും. പക്ഷെ മനസ്സെപ്പ മാറിപ്പോന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. ഉടനെ കംസന് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് വാളങ്ങടെ എടുത്ത് ദേവകിയുടെ മുടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴുത്ത് വെട്ടാൻ ഓങ്ങാണ്. ഇത് കണ്ടുനിന്ന് അവിടെ വിവാഹ സമയത്ത് എത്തിയ ആളുകളെല്ലാം അത്ഭുത സ്തബ്ധരായി വിറച്ചു നിന്നുപോയി. എന്താണ് അറിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോ എന്താണ്, ഒരു നിമിഷം വെട്ടാനായിട്ട് ഒരുങ്ങുമ്പോ വസുദേവർക്ക് അവിടെ ഒരു ബുദ്ധി തോന്നുകയാണ്. വസുദേവര് സൗമ്യമായിട്ട് പറയും, അല്ലയോ കംസ, നീ ഇത്ര ഭംഗിയായിട്ട് നിന്റെ സഹോദരിയുടെ ഇഷ്ടപ്പെട്ട സഹോദരിയുടെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇനി നീ കൊല്ലാൻ പോകുന്നത് നിന്റെ സഹോദരിയാണ്. സ്ത്രീഹത്യ പാപമാണ് എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങള് എന്താ ഇവിടെ അശരീരി കേട്ടത്, അഷ്ടമപുത്രൻ എന്നാണ്, 8ാമത്തെ പുത്രൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ നിനക്ക് തരാമെന്ന് പറയാണ്. ഇത് കേട്ട് കംസൻ ഒന്ന് ശാന്തമായില്ലേ. അപ്പൊ മനസ്സ് നമുക്ക് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോ തോന്നി, ശരിയാണ്, ഒരു സഹോദരിനെ വെട്ടാനുള്ള ആ മനസ്സപ്പോ ഒന്ന് മാറിപ്പോയി. എന്നിട്ട് കുട്ടികളായ തരുമല്ലോ, അപ്പൊ പിന്നെ അതിന്റെ കാര്യം വരുന്നില്ല, അവളെ ദ്രോഹിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നെ മാറിപ്പോയി. അങ്ങനെ ആ ഒരു ആശയം മാറ്റി. അങ്ങനെ അവിടെ ആദ്യത്തെ കുട്ടി ജനിച്ചു കേട്ടോ. അവിടെ ചെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ മൂത്ത കുട്ടി ഉണ്ടായി, ആദ്യത്തെ കുട്ടി ഉണ്ടായി. ഉടനെ കംസന് കൊണ്ടുകൊടുക്കുകയാണ്. നമ്മൾ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഉണ്ടാവുന്ന കുട്ടികളെയൊക്കെ കൊണ്ടുത്തരാം, അവരെ കൊന്നോളൂന്ന്. അപ്പൊ വസുദേവ കൊണ്ടുകൊടുക്കുകയാണ്. അപ്പൊ കംസന്റെ മനസ്സൊന്ന് പതറിപ്പോവാണ്. കുഞ്ഞു വാവയുടെ ആ മുഖം കണ്ടപ്പോ, എത്രയായാലും നമുക്കല്ലേ ഒരു അമ്മാവനാണല്ലോ, ആ ഒരു കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ ആ ദേഷ്യമൊക്കെ മാറിപ്പോയി. ഈ കുഞ്ഞിനെ കൊന്നിട്ട് ഇപ്പൊ എന്താ കാര്യം, 1ാമത്തെ കുട്ടിയാണല്ലോ, ഇനി 8 എന്നല്ലേ പറഞ്ഞ, 8 സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ കാരണവരെത്തുന്നത്, നാരദ മഹർഷി. നാരദ മഹർഷിക്ക് അറിയാം ഇത് ഒരു കാര്യമാണ്. അപ്പൊ നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, അല്ലയോ കംസ, 8ാമത്തേന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടികള്. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതാണ് 8ാമത്തേന്ന് നമുക്കറിയൊന്നുമില്ല. അതുകൊണ്ട് നീ എല്ലാ കുട്ടികളെയും വധിച്ചു കളഞ്ഞു. കാരണം അത് പിന്നെ ഇത് ഭഗവാന്റെ മായ ആയിരിക്കും, ഇത് നാരായണന്റെ അവതാരമാണ്. ഈ 8ാമത്തെ കുട്ടി ആയിരിക്കുക നാരായണൻ തന്നെയാണ്. നാരായണൻ ചില്ലറക്കാരനല്ല ഭഗവാൻ, നല്ല സൂത്രശാലിയായിട്ടുള്ള ഭഗവാൻ ഏത് കുട്ടിയാണ് വധിക്കാൻ വരുന്ന ഒന്നും അറിയില്ല. അങ്ങനെ മനസ്സിന് ഇത്തിരി ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്തു. അപ്പൊ പിന്നെ കംസന് തോന്നി എല്ലാവരെയും വധിച്ചു കളയാമെന്ന് തോന്നി. അപ്പൊ എന്താണ് ഇവിടെ കാര്യം, പണ്ട് മരീചി മഹർഷിയുടെ 6 കുട്ടികളെയും കൊല്ലൂട്ടോ. 6 പുത്രന്മാരുണ്ടാവും, അവരെയൊക്കെ കൊല്ലും. 7ഉം 8ഉം ആണ് അവിടെ ജീവനില് സംരക്ഷിക്കണത്. അപ്പൊ 6 കുട്ടികൾ എങ്ങനെ മരിച്ചു, മരീചിയുടെ കുട്ടികളാണ് ഇവർ. അപ്പൊ ഒരിക്കൽ ബ്രഹ്മശാപത്താൽ ഇവർക്ക് മരണം സംഭവിക്കേണ്ടി വന്നു എന്നർത്ഥം. അപ്പൊ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എല്ലാം ഭഗവത് ഇച്ഛയോടു കൂടിയാണ്, ഭഗവാന്റെ നിശ്ചയമാണ്. ഈ 6 പേരും പോണം, അത് കഴിഞ്ഞിട്ട് വേണം 7ാമതും 8ാമതും ജീവിച്ചിരിക്കാൻ എന്നുള്ള ഒരു തന്ത്രം അവിടെ ഭഗവാൻ 6 കുട്ടികളെ ജന്മം കൊടുത്തുകൊണ്ട് നിശ്ചയിക്കുകയാണ്. അപ്പൊ അങ്ങനെ 6 കുട്ടികളെയും കൊന്ന് 6ഉം കഴിഞ്ഞു. 7ാമത് ഗർഭമായപ്പോൾ എന്ത് ചെയ്തു, തന്റെ മറ്റു ഭാര്യ, വേറൊരു ഭാര്യയുണ്ട് രോഹിണി. അവൾ എവിടെയാണ്, യശോദയുടെ ഗ്രഹത്തിലുണ്ട്. അങ്ങനെ ആ 7ാമത്തെ കുട്ടിയെ രോഹിണിയുടെ ഗർഭത്തിലാക്കും. അങ്ങനെ ആ കുട്ടിയെ സംരക്ഷിക്കും.
അത് കഴിഞ്ഞു, അതാരും അറിയുന്നില്ല. എന്നിട്ട് പറയും അത് ഗർഭം അലസിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞു. കുട്ടിയെ മാറ്റിയില്ലോ, അങ്ങനെ ജനിച്ചില്ല. ഗർഭമായപ്പോൾ തന്നെ കുട്ടിയെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. അപ്പൊ കംസനും അവിടെയുള്ളവർക്കും ആ കാര്യം അറിഞ്ഞില്ല. അതാണ് ബലരാമൻ. അത് കഴിഞ്ഞ് 8ാമത്തെ ജനനം ആയി, ഭഗവാന്റെ ജനനാണ്. അങ്ങനെ ആ സമയമായപ്പോൾ ഭഗവാൻ 8ാമത്തെ പുത്രൻ ജനിക്കുകയാണ്. ജനിക്കുമ്പോ എന്തായി, അർദ്ധരാത്രി എല്ലാവരും നല്ല ഉറക്കം. പ്രത്യേകിച്ച് ഭഗവാനും കൂടെ സഹായം കൊടുത്തുകൊണ്ട് അവിടെയുള്ള സൈന്യാധിപരും കാവൽക്കാരും എല്ലാവരും, കംസൻ എല്ലാവരും തന്നെ നല്ല ഉറക്കം. കുഞ്ഞുവാവ ജനിക്കുന്നു. ആ ഭഗവാന്റെ ജനനം കാരാഗൃഹത്തില് ദേവകിയുടെ പുത്രനായി. എങ്ങനെയാ ജനിക്കുന്നത്? ശംഖചക്ര ഗദാധാരിയായിട്ടാണ് ജനിക്കുന്നത്. ചതുർഭുജങ്ങളിലും ആയുധങ്ങളും ആയിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത്. ഭഗവാന്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദേവകി കണ്ടു കഴിഞ്ഞിട്ട് പറയും, വസുദേവരും കാണും ആ രൂപം. അത് കണ്ടു കഴിഞ്ഞ് പറയും, വേണ്ട മോനെ, കംസൻ ഇത് കണ്ടാൽ ഇപ്പോഴേ കാര്യം നടക്കും, അതുകൊണ്ട് മോന്റെ ബാലരൂപം കാണിക്കണം എന്ന് പറയും. അങ്ങനെ ബാലനായിട്ട് കാണും, ബാലനായിട്ട് മാറും. അങ്ങനെ വസുദേവർ എന്ത് ചെയ്യും, വേഗം ഭഗവാനെ എടുക്കും. ഘോരമായ മഴയാണ്. അങ്ങനെ ഒരു കൊട്ടയില് വെച്ചുകൊണ്ട് തന്റെ മിത്രമായ പിന്നെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പോണ സമയത്ത് എന്താ, അതിഘോര മഴ. ആ വാസുകി വന്ന് കൊടയായിട്ട് ഇങ്ങനെ ഭഗവാന്റെ മേലെ സംരക്ഷിക്കും. അപ്പൊ പ്രകൃതി പോലും ആ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോ എല്ലാവരും കൂരിരുട്ടും നല്ല ഉറക്കം, എല്ലാം പ്രകൃതിയും ആ ലോകം തന്നെ ആ ഭഗവാന്റെ ജനനത്തിന് കാരണമായി നിന്നിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വസുദേവരെ എടുത്തു പോവാണ്. ഭയങ്കര വെള്ളം പൊങ്ങിയിട്ട് നദിയിലൊക്കെ വെള്ളാണ്. അങ്ങനെ ആ യമുനാ നദി ആ വഴി ഉണ്ടാക്കി കൊടുക്കും, വെള്ളം മാറ്റി അവിടെ കൊണ്ടുപോയി. യശോദ ആ സമയത്ത് ഒരു കുഞ്ഞിനെ ജനിച്ചിരിക്കുന്നു, യശോദയ്ക്ക് ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു. വേഗം അവിടെ കിടത്തും. പിന്നെ ആ പെൺകുട്ടിയെ എടുത്തു കൊണ്ടുവരും. കാരണം പുത്രനെയാണ് കൊല്ലും, അഷ്ടമ പുത്രനാണ് കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പെൺകുട്ടിയെ എടുത്തു വന്ന് ഇവിടെ ദേവിയുടെ അടുത്ത് കിടത്തുകയാണ്, ദേവകിയുടെ അടുത്ത് കിടത്തും. ആ സമയത്താണ് ദേവി ആ മായാദേവിയായിട്ട് വന്ന ആ പെൺകുട്ടി കരയാണ് ചെയ്യുന്നത്. അപ്പൊ കരഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും ഉണർന്നു, സൈനികരും. കുട്ടി ജനിച്ചുല്ലോ, കംസന് കൊല്ലേണ്ട സമയായി. കംസനെ വിവരം അറിയിച്ചു, എല്ലാവരും ഓടി വന്നു. കംസൻ ചടപട ഓടി വന്ന് അവിടെ വാളുമൊക്കെ ആയിട്ടാണ്, കയ്യിൽ ഏത് നേരം വാളും വെച്ചിരിക്കുകയാണ്. അപ്പൊ തന്റെ രക്ഷയ്ക്ക് അല്ലെ, തനിക്കൊരു ആപത്ത് വരും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണെന്നൊന്നും നോക്കില്ല. മനസ്സ് നമ്മുടെ മാറിക്കഴിയും. സ്വന്തമില്ല, ബന്ധമില്ല, ഭർത്താവായാലും കുട്ടികളായാലും തനിക്ക് തന്റെ എന്നുള്ള ഒരു അഹം ഭാവത്തിലാണ് നമ്മളെപ്പോഴും നടക്കുക. എനിക്കൊന്നും വരരുത്, മറ്റാർക്ക് വന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കാര്യം. അങ്ങനെ കംസന്റെ ആ നീചമായ മനസ്സാണ് അതിനൊക്കെ കാരണം. അങ്ങനെ ഓടി വാളും എടുത്ത് വന്നു നോക്കിയപ്പോ ഇവിടെ പെൺകുട്ടിയാണ്. ഇപ്പൊ സ്ത്രീ ഹത്യ പാപമാണ്, പണ്ടേ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴും അതെ, സ്ത്രീകൾക്കാണ് മുൻഗണന ഇവിടെ എല്ലാ കാര്യത്തിനും. ഒരു വിവാഹബന്ധം വേർപ്പെടുത്തണം, സ്ത്രീ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തും ചെയ്യാം. പാവം ആണുങ്ങള് അവര് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നിവൃത്തിയില്ല. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഭഗവാനെ ആ ദേവീനെയാണ്, പെൺകുട്ടിയാന്ന് അറിഞ്ഞു, ദേവീനെ വെട്ടാൻ വേണ്ടി പിടിച്ച് അങ്ങനെ വെട്ടാനുള്ള എടുത്ത് കല്ലില് ഇവിടെ ചുമരിൽ അടിക്കാൻ നോക്കുകയാണ്. അപ്പൊ ദേവി സാക്ഷാൽ രൂപം കാണിച്ച് മേലോട്ട് ഉയർന്നു വന്ന് പറയാണ്. മേലോട്ട് പറന്ന് അവിടെ നിന്നു. ദേവി പറഞ്ഞു, കംസ, നിന്നെ കൊല്ലാനുള്ള ആള് ഇവിടെ ദൂരെ ഏതോ സ്ഥലത്ത് ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനല്ല നിന്റെ ഘാതകി, നീ എന്നെ പറ്റി വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ നിനക്ക് ഉള്ള ഘാതകൻ, നിന്റെ ഘാതകൻ അതാ ദൂരെ ഉണ്ട് എന്ന് കേട്ടു. അപ്പോഴോ അതിലും സങ്കടായി. പിന്നെ ദേവി എന്ത് ചെയ്തു, തനിയെ പോയല്ലോ. ദേവി ഇവിടെ പല സ്ഥലങ്ങളിൽ ഈ ഭൂലോകത്തൊക്കെ ഇരുന്ന് ഭക്തന്മാരുടെ രക്ഷയ്ക്കായി, ഈ ലോക സംരക്ഷണത്തിനായി ഇരുന്നു. ഭഗവാൻ പോയി നന്ദഗോപരുടെ വസതിയിൽ ഉണ്ണിയായി പിറന്നു. അവർക്ക് അറിയില്ല ആ കാര്യം. ഉണ്ണിയായി പിറന്ന് ഭഗവാൻ ഇങ്ങനെ ഉല്ലസിച്ച് അവിടെ വളരാണ്. അങ്ങനെ ഇനി ഭഗവാന്റെ കുസൃതികൾ നമുക്ക് കേൾക്കാം. കംസനാണെങ്കിലോ ആകെ വിഷമത്തിലായി. പിന്നെ
പിതാവ് വന്ന് ഉഗ്രസേനൻ വന്നൊക്കെ ശാന്തമാക്കി. അതൊന്നും കാര്യമില്ല, എവിടോ എന്ന് പറഞ്ഞതല്ലേ, അതിപ്പോ ഇപ്പോഴേ എന്തിനാ വിഷമിച്ചിരിക്കണേ, അതിന് നമുക്ക് വഴിയുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് കംസനെ സമാശ്വസിപ്പിച്ച് അവിടെ ഒരു ഭാഗത്തിരുത്തി കംസൻ നല്ല ഉറക്കം കിട്ടിയപ്പോ, കാരണം കുഞ്ഞു പോയല്ലോ, പെൺകുട്ടിയല്ലേ, അപ്പൊ പിന്നെ അത്ര അങ്ങോട്ട് ചിന്ത വന്നില്ല. പിന്നെ പറഞ്ഞു അവിടെ എവിടെ ഉണ്ട്, അതത്ര കാര്യമാക്കാനില്ല, അവിടെ എവിടെയും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കംസൻ ശാന്തനായി. അങ്ങനെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എന്ത് രസാണ് അല്ലെ. ഇനി ഇതാ തുടങ്ങായി ഭഗവാന്റെ ഉണ്ണിക്കണ്ണന്റെ ആ കുഞ്ഞിക്കാല് കൊണ്ടും കണ്ണുകൊണ്ടും വായയില് മണ്ണിട്ട് എന്തൊക്കെ വേണം കേൾക്കാൻ. ഇതിനൊക്കെ നമുക്ക് അവസരം ഉണ്ടായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. ഒന്ന് തീരുമ്പോഴേക്കും വേറൊന്ന് വരണു നമ്മുടെ ഹൃദയത്തിലേക്ക്. അതിനൊക്കെ അവസരം ഉണ്ടാക്കി തരിക ഭഗവാനായിട്ടാ ഇന്നരാക്കി പറഞ്ഞു വെച്ചതാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഈ ഒരു സമയത്ത്. പിന്നെ എന്താണ്, എല്ലാവരും സന്നിഹിതരായിട്ട് ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് നമ്മളുടെ മനസ്സിലെ ശോകങ്ങളൊക്കെ തീർത്ത് ഷഡ്വൈരികളെയൊക്കെ പുറത്തു മാറ്റി സന്തോഷമായിട്ട് നമുക്ക് കുറച്ചു കാലം ഈ കൃഷ്ണഗാഥയോടൊപ്പം ചരിക്കാം. ഹരി ഓം. എനിക്ക് അവസരം തന്നതിന് നന്ദി പറയണു, അക്കയോട് നന്ദി പറയണു, എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും നന്ദി പറയാണ്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം ഭക്തകവിയായ ചെറുശ്ശേരി നമ്പൂതിരിയുടെ ഭാവനയിലൂടെ കണ്ണന്റെ കുസൃതികൾ ഓരോന്നായി ആസ്വദിക്കാൻ നമുക്കൊരവസരം അല്ലെ. അതാണ് ഈ മധുരകാവ്യം എന്ന കൃഷ്ണഗാഥ അല്ലെങ്കിൽ കൃഷ്ണപ്പാട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണുന്നത് ഈ മനോഹര കൃതിയിലൂടെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നത്തെ കൃഷ്ണഗാഥയുടെ വായനയും കൃഷ്ണോത്പത്തി എന്ന സംഗ്രഹവും ഇവിടെ സമാപിച്ചു. നാരായണീയം പോലെ കൃഷ്ണഗാഥയും തുടങ്ങിവെച്ച ഇന്ദിരാക്കയ്ക്ക് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ മുഖ്യനായ ഗോപണ്ണനും ഇന്ന് വായിച്ച രമാക്ക, ഉഷാക്ക, ഇന്ദിരാക്കയ്ക്കും വളരെ നന്നായി കഥകൾ വർണ്ണിച്ച രമാക്കയ്ക്കും അത് പ്രത്യേകമായിട്ട് പറയുന്നു, നന്ദി പറയുന്നു. പിന്നെ ബാക്കപ്പായിട്ട് വന്ന അക്കമാർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സുനൈനാക്കയ്ക്കും മറ്റെല്ലാ യോഗബന്ധുക്കൾക്കും എൻ്റെ പേരിലും SPYSSന്റെ പേരിലും നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ കൃഷ്ണഗാഥ വായിക്കാനും പഠിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.